യുദ്ധം ഒരു അനിവാര്യമായ ഭീകരപ്രവൃത്തി ആണല്ലോ. അനിവാര്യമാണത്, എന്നാൽ ഭീകരവുമാണത്. അത് വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല എന്ന് രണ്ട് കൂട്ടർക്കും ബോധ്യമായി, രാവണാദികൾക്കും രാമാദികൾക്കും. ദൂതൻ തീപ്പൊള്ളലേറ്റ് തിരിച്ചു ചെല്ലുകയും ചെയ്തു. അയാൾക്കാവും മട്ടിൽ ശത്രുസ്ഥാനം നശിപ്പിക്കുകയും ചെയ്തു. അക്കാര്യം ദൂതൻ്റെ മിത്രപക്ഷത്തുള്ള രാമൻ സന്തോഷത്തോടെ കേട്ടു. രണ്ട് തരം മനോഭാവങ്ങൾ, രണ്ടിടത്തും പ്രതികാരത്തിൻ്റെയും യുദ്ധോത്സുകമായ പരിസ്ഥിതിയുടെയും ആരംഭം തന്നെ ആണ് നാം കാണുന്നത്. രാമൻ്റെ പക്ഷത്ത് ജവാന്മാരെല്ലാം ഒത്തുകൂടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരിക്കൽ കൂടി രാമൻ ഹനുമാനെ അഭിനന്ദിക്കുന്നു, ആശ്ലേഷിക്കുന്നു. എന്നിട്ട് ലങ്കയിൽ താൻ എന്തെല്ലാം കണ്ടു എന്ന് പറയാൻ പറയുന്നു. കാരണം ലങ്കയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയില്ലാതെ എതിർക്കാൻ കഴിയില്ലല്ലോ. എവിടെയാണോ നമ്മൾ യുദ്ധത്തിന് പോകുന്നത്, ആ പോകുന്ന സ്ഥാനത്തെക്കുറിച്ച് ഒരു സർവേ നടത്തി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വച്ചില്ലെങ്കിൽ ശരിയായ അടി നടക്കില്ല. അതുകൊണ്ട് കൃത്യമായ സ്ഥാനങ്ങൾ സങ്കല്പിക്കാനും ഒന്ന് വിലയിരുത്താനും മനസ്സിൽ അതിലൊരു കാൽക്കുലേഷൻ ശരിയാവാനും ഒക്കെ ആയിട്ടാണ് രാമൻ ഹനുമാനോട് പറഞ്ഞത് ഹനുമാൻ കണ്ട ലങ്കാപുരി എങ്ങനെയുള്ളതാണ് എന്ന്. അപ്പോൾ നാനാവിധത്തിലും സമൃദ്ധമായ ലങ്കാപുരിയിൽ അവരുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് വളരെ വിശദമായി ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നു. പറയാതിരിക്കുന്നില്ല, കാരണം അതെല്ലാം കണ്ടതാണ്, നടന്ന് കണ്ടതാണ് എല്ലായിടങ്ങളിലും. ലങ്കയെക്കുറിച്ച് അവിടെ അന്നേരം ഹനുമാൻ വിചാരിച്ചു, തിരിച്ച് ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എന്ത് കണ്ടു ചോദിച്ചാൽ എന്തെങ്കിലും പറയണമല്ലോ, അതിനെല്ലാം കണ്ടു വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹനുമാൻ അവിടെ എല്ലാം നടന്ന് എല്ലാം കണ്ടു. കിടങ്ങുകൾ കുഴിച്ചിരിക്കുന്നത് കണ്ടു, അവിടെയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കരുക്കൾ എന്തെല്ലാമാണ് ഒരുക്കി വച്ചിട്ടുള്ളതെന്ന് കൃത്യമായി അദ്ദേഹം പഠിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഹനുമാൻ. തികച്ചും നയകോവിദനായ സമർത്ഥനായ ഒരു യുദ്ധ പോരാളിക്ക് മാത്രമേ കഴിയൂ അത്. ആ ഗുണവും കൂടി നിത്യബ്രഹ്മചാരിയായ ഹനുമാൻ ഉണ്ടായിരുന്നു. വെറും വായനപ്രകൃതി മാത്രമല്ലല്ലോ ഹനുമാൻ. എല്ലാ മനുഷ്യർക്ക് പോലും ദേവന്മാർക്ക് പോലും ദുസ്സാധമായ കഴിവുകൾ പലതും സ്വരൂപിച്ചും സ്വന്തമാക്കിയും കൊണ്ടു നടക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഹനുമാൻ. അങ്ങനെ ഹനുമാൻ അതെല്ലാം രാമദേവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ വന്നുകൂടിയ വാണ്ടന്മാരെല്ലാം അത് കേൾക്കുന്നു. സുഗ്രീവനോടൊക്കെ എല്ലാവരും വിചാരിക്കുന്നു, ഇത്ര സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് എത്തിച്ചേരുക എന്ന്. അത് മാത്രമല്ല, അതിനിപ്പുറത്ത് മഹേന്ദ്രപർവ്വതം അവസാനിക്കുന്ന ഇടത്ത് വൻ കടലാണ്. ഈ കടലിൻ്റെ ഭാഗം എങ്ങനെയാണ് കടന്ന് അപ്പുറത്ത് പോവുക? അതിനും ഒരു ഉപായം കണ്ടുപിടിക്കണമല്ലോ. ആദ്യത്തെ ശ്രമമാണ്. മുമ്പൊന്നും സമുദ്രം തരണം ചെയ്തിട്ടില്ല. ഗംഗാതരണം നടത്തിയിട്ടുണ്ട്, ഗോദാവരി തീരത്ത് അത് തരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള നദികൾ തരണം ചെയ്ത ഒരാൾക്ക് സമുദ്രം എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അത് വിഷമകരമായ ഒരു കാര്യമല്ലേ? അതിനുള്ള തന്ത്രങ്ങൾ ആലോചിക്കണം, അതിൻ്റെ ഉപായങ്ങൾ ഏതെല്ലാം വിധത്തിലാണെന്ന് കണ്ടുപിടിക്കണം, അതിൽ ഏതെല്ലാം കൗശലങ്ങൾ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കണം. തികച്ചും ഒരു പുനരാലോചന വേണ്ടി വരുന്നു. ആ പുനരാലോചനയിലൂടെയാണ് ഈ യുദ്ധത്തിന് ഉത്സുകമായ പരിസ്ഥിതി ഒരുക്കിയെടുത്ത് വിജയിപ്പിക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ മെനയേണ്ടത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ് രാമൻ ഹനുമാനോട് അങ്ങനെയെല്ലാം ചോദിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കി ഹനുമാൻ വേണ്ടവണ്ണമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഹനുമാൻ രാമനെ എടുത്ത് തൻ്റെ തോളത്ത് വച്ചു. അംഗദൻ ലക്ഷ്മണനെ എടുത്ത് തോളത്ത് വച്ചു. അങ്ങനെ സുഗ്രീവാദികളും ഒക്കെയായിട്ട് വളരെ സന്നാഹങ്ങളോടുകൂടി തന്നെ എന്തെല്ലാം സന്നാഹങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ടോ ഒരു യുദ്ധത്തിന്, ആ സന്നാഹങ്ങളെല്ലാം എടുത്തുകൊണ്ട് നേരെ തെക്കോട്ട് യാത്ര തിരിച്ചു. മഹേന്ദ്രപർവ്വതം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. യാത്ര ഒരുപാട് കാഴ്ചകൾ കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം കടന്നാണ് ഒടുവിൽ ഈ സമുദ്രതീരത്ത് എത്തുന്നത്. സമുദ്രതീരം എത്തിക്കഴിഞ്ഞിട്ട് അവിടെ തമ്പടിക്കുകയാണ്. കാരണം അവിടെ ഈ
സൈന്യങ്ങളെ ഒന്ന് വിശ്രമിക്കാൻ വിട്ടതിന് ശേഷം ഒരുപാട് സൈന്യങ്ങളുണ്ട്. ആ വള്ളം എന്നാണ് അതിന് പറയുക. ഇത്ര വള്ളം പട എന്ന് പറയും. വള്ളമൊന്നും വെള്ളമൊന്നും രണ്ട് പ്രയോഗങ്ങളുണ്ട്. വലിയ സംഖ്യ എന്ന് മാത്രമേ അതിനുള്ള അർത്ഥം. രാമായണം പരിശോധിച്ചാൽ ഇത്ര വള്ളം പട എന്ന് പറയും. ആ വെള്ളം എന്ന് പറയുന്നത് ധാരാളം എണ്ണമാണ്. എത്രയെന്ന് പറയാനാവില്ല. അത്രത്തോളം അധികമായ സംഖ്യയുമായിട്ടാണ് ഈ പട ഒരുക്കത്തിന് പോകുന്നത്. മഹാഭാരതത്തിലൊക്കെ ഉണ്ട് ഈ അക്ഷൗഹിണി എന്നൊക്കെ പറയും. അക്ഷൗഹിണി പട എന്നൊക്കെ പറയും. അതുപോലുള്ള ഒരു സംഖ്യയാണ്. യുദ്ധത്തിൽ അത് ആവശ്യമായി വരുന്ന ഒരു കാര്യമാണ്. അതായത് 21,870 ആന, അത്ര തന്നെ തേര്, 65,610 കുതിരകൾ, പിന്നെ 1,09,350 കാലാൾ. ഇത്രയുള്ളതിനാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും വലുതാണ് ഈ വള്ളം എന്ന് പറയുന്നത് അളവ്. അത്രയധികം സൈന്യങ്ങളോടുകൂടെ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ എത്ര സന്നാഹങ്ങൾ അവിടെ ഉണ്ടാവണം, എത്ര ഒരുക്കങ്ങളും അവിടെ ഉണ്ടാകണം, എത്ര നിയന്ത്രണങ്ങളും പിന്നെ അതുപോലെ ഡ്യൂട്ടി ഡിസ്ട്രിബ്യൂഷനും എത്രത്തോളം വേണ്ടി വരും. ഇതൊക്കെ അറിയണം. നല്ല സൈന്യാധിപനാണെങ്കിൽ അത് സാധ്യമാവും. അതെല്ലാം അവരുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കാൻ. എന്തായാലും വളരെ പിന്നെ കാൽക്കുലേറ്റഡായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ സൈന്യങ്ങളെ നയിച്ച് അവിടെ വരെ എത്തിക്കുക എന്നുള്ളത്. അതവരോട് അവർ വിശ്രമിക്കാൻ പറഞ്ഞു. എന്നിട്ട് രാമനും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും എല്ലാവരും ചേർന്ന് ഈ സമുദ്രം എങ്ങനെ തരണം ചെയ്യാമെന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുകയാണ്. ഇതേ സമയത്താണ് ലങ്കയിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലങ്ക എന്ന് പറയുന്നത് തിരിച്ചിട്ടാൽ കാലമെന്ന് വരുമെന്ന്. ആ കാലം ആണത്. ആ കാലത്തിൻ്റെ സവിശേഷതയാണ്. പമ്പ എന്ന് പറഞ്ഞാൽ പാപമാണ്. പമ്പ പാപം എന്നാണ്. അപ്പോൾ പാപം തരണം ചെയ്തു, പാപഭാഗം തരണം ചെയ്തിട്ടാണ് ഇവർ സഞ്ചരിച്ച് ഇങ്ങോട്ട് വന്നത്. ആ കാലത്തിൻ്റെ ഓരോ കളികളാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇതാ ഇവിടെ ലങ്കയിലേക്കും. അതിന് താത്വികമായ അടിത്തറകളാണതല്ല. ഏതായാലും ശരി, ഈ ലങ്കയിൽ ഈ സമയം എന്തൊക്കെയാണ് നടക്കുന്നത് രാവണന് അറിയാം. യുദ്ധം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളത് രാവണന് അറിയാം. ദൂതനെ മുറിവേൽപ്പിച്ചു വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉപദ്രവിച്ചു വിട്ടിരിക്കുന്നു. അയാൾ ലങ്കയിൽ സർവത്ര നാശം വരുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിൽ തൻ്റെ ഭരണക്രമങ്ങളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട്. അതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. ലങ്ക പൂർവ്വസ്ഥിതിയിലാക്കണം. യുദ്ധം ചെയ്യണം, വിജയിക്കണം. തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടായിട്ടില്ല. അങ്ങനെ പരാജയത്തിൻ്റെ സമ്പ്രദായം രാവണൻ ഉണ്ടാകുന്നില്ല. അപൂർവം ചില സന്ദർഭങ്ങൾ മാത്രമേ ഒന്ന് പിന്മടങ്ങേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് ബാലിയുടെ അടുത്ത്, ഒന്ന് കാർത്തവീര്യാർജുൻ്റെ അടുത്തൊക്കെ, അങ്ങനെ അപൂർവ സന്ദർഭങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും രാവണൻ അതീവ അജയ്യനായി നിൽക്കുകയാണ്. തൻ്റെ അജയ്യത ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് ആഗ്രഹം ഈ രാവണ ചക്രവർത്തിക്ക് ഉണ്ടാകുമല്ലോ. അതിനാവശ്യമായി യുദ്ധം അനിവാര്യമാണ്. അത് നടത്തിയേ പറ്റൂ. ആ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കണം. അതിന് അമാത്യന്മാരെ, മന്ത്രിമാരെ എല്ലാം വിളിച്ചു. പ്രമുഖന്മാരായിട്ടുള്ള പ്രമാണിമാരെയെല്ലാം വിളിച്ച് മീറ്റിംഗ് കൂടി ആലോചിച്ചു എങ്ങനെയാണ്, എന്താണ്, എപ്പോഴാണ് വേണ്ടത്. അത് ചില നിയമങ്ങളും വെച്ചു. തന്നെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചില മുൻകരുതലുകൾ എടുക്കുകയുണ്ടായി രാവണൻ. രാജാവിൻ്റെ ഹിതമെന്തോ ആ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ പ്രജകൾ. പ്രജാഹിതത്തെ ഭരണകർത്താവ് മാനിക്കുമ്പോൾ തന്നെ രാജഹിതത്തെ പ്രജകളും മാനിക്കണം. അപ്പോൾ ആ രാജഹിതത്തിനെ മാനിച്ചുകൊണ്ട് വേണം വർത്തമാനം പറയാൻ. അല്ലാത്തവരങ്ങനെയല്ല. ഉത്തമന്മാരെന്നും അധന്മാരെന്നും മധ്യമന്മാരെന്നും പറയുന്ന 3 വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. രാജാവിൻ്റെ ഹിതകരമായി മാത്രം പറയുകയും അത് ബുദ്ധിപൂർവകമായിരിക്കുകയും ചെയ്ത തരത്തിൽ ഉപദേശം നൽകുന്ന ആളാണ് ഉത്തമന്മാരെന്ന് പറയുന്നത്. എന്നാൽ താൻ പറയുന്നതാണ് ശരിയെന്നും തനിക്കതെല്ലാം സാധിക്കുമെന്നും പറഞ്ഞു വരുന്നവൻ മധ്യമമാണ്. അവനുള്ള കഴിവുണ്ടായിരിക്കും. എന്നാൽ ഒരു കഴിവുമില്ലാതിരിക്കുകയും താൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്നും മറ്റാളുകൾ പറയുന്നതൊന്നും കേൾക്കേണ്ടതില്ലെന്നും പറയുന്ന ആളുകളുണ്ട്. അവരാണ് അധമന്മാർ. അങ്ങനെ 3 വിഭാഗത്തിലുണ്ട് ആളുകൾ. അതിൽ ഉത്തമകൽപ്പത്തിൽപ്പെടുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. ആ രീതിയിൽ വേണം നിങ്ങൾ ചർച്ച ചെയ്യാൻ. എന്താണ് ഇനി കരണീയമായിട്ടുള്ളത്, ചെയ്യേണ്ടത് എന്താണ്, പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് പ്രഹസ്തനൊരു അഭിപ്രായം പറഞ്ഞു, മറ്റ് അകമ്പനൊരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പല ആളുകളും പല പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കുംഭകർണനും വന്ന അഭിപ്രായങ്ങൾ പറഞ്ഞു. കുംഭകർണൻ്റെ കുംഭകർണ സംഭാഷണം തന്നെ വളരെ പ്രധാനമാണ്. പുള്ളിക്കാരൻ ഉറങ്ങുമായിരുന്നു. 6 മാസം ഉറക്കവും 6 മാസം ജാഗ്രതാവസ്ഥയും ഉണർന്നിരിക്കുന്ന അവസ്ഥയുമാണ് കുംഭകർണനുള്ളത്. ആ കുംഭകർണത്വം നിദ്രാപത്വമാണല്ലോ.
അത് നിദ്രാബദ്ധമായതുകൊണ്ട് നിദ്രയും കൈവിട്ട് കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ എന്നാണ്. കാരണം അങ്ങോട്ട് ആളിനെ അയച്ചു, എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ കുംഭകർണനോട് പറയൂന്ന്. അപ്പോൾ അത് കുംഭകർണൻ അത്ര പെട്ടെന്നൊന്നും ഉണർന്നെഴുതിട്ടില്ല. അഗാധമായ ഉറക്കമാണ്. രാക്ഷസരുടെ ഈ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തണമെങ്കിൽ വലിയ പാടാണ്. ആനയെക്കൊണ്ട് ചവിട്ടിക്കുകയോ ആനയെക്കൊണ്ട് ശബ്ദിപ്പിക്കുകയോ ഒക്കെ ചെയ്തു ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് കുംഭകർണൻ ഒന്ന് ഉണർന്നു വന്നിട്ട് എന്താണ് കാര്യമെന്ന് കോപത്തോടെ ചോദിച്ചു. അപ്പോൾ ജ്യേഷ്ഠൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, വേഗം അവിടെ എത്തുക എന്നായി. ആ കണ്ണും തിരുമ്മി ഉറക്കച്ചടവോടെ കുംഭകർണൻ ഇങ്ങനെ രാവണൻ്റെ അടുത്തെത്തുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. എഴുത്തച്ഛൻ പറയുന്നുണ്ട്, നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതം അഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠഗാഠം പുണർന്നു ഊഢമോദം നിജപീഠമതിന്മേലിരുത്തി ദശസ്യനും. കുംഭകർണൻ എന്നെ പിടിച്ച് തൻ്റെ അർഹമായ ഒരു സ്ഥാനത്ത് ഇരുത്തി. ആ ഇരുത്തിയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. എന്താണ് വേണ്ടത് എന്ന് പറയുകയാണ്. വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിയിടാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുക എന്നതിൽ മമദേവത്വമാശു കെട്ടുന്നത് നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും പ്രാണഹാനിക്ക് തന്നെ ധരിക്കുക നീ. ഇതാണ് കുംഭകർണൻ പറഞ്ഞത്. നിന്റെ പ്രാണഹാനിക്ക് ഉതകുന്ന കാര്യങ്ങളാണ് നീ ഇതുവരെയും ചെയ്തിട്ടുള്ളത് ജ്യേഷ്ഠ എന്നാണ്. തെറ്റായിപ്പോയി ചെയ്തത്. അതായത് ഒരു സ്ത്രീയെ, അതും ഭർത്തൃമതിയായ ഒരു സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുവരുന്നത് രാക്ഷസനീതി പോലും അല്ലാതെ, ആ രാക്ഷസനീതി പോലും അല്ലാത്ത ഒരു കാര്യമാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. അതിന് കുഴപ്പം നിനക്ക് ഉണ്ടാവാതിരിക്കില്ല എന്ന് ആദ്യം കുംഭകർണനൊക്കെ പറഞ്ഞു. ആ പറഞ്ഞപ്പോൾ രാവണൻ അദ്ദേഹത്തിന് മേൽ കോപിക്കുക ചെയ്ത് വളരെയധികം കോപിച്ചപ്പോൾ ജ്യേഷ്ഠനെ വീണ്ടും കോപിഷ്ഠനാക്കേണ്ട എന്ന് കരുതി കുംഭകർണൻ ഒതുങ്ങി. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോയി തന്നെ ജയിച്ചു വരാം. അങ്ങയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കപ്പെട്ടതാണ് എൻ്റെ ജീവിതം, അല്ലാതെ എനിക്ക് സ്വന്തമായ ഒരു ആഗ്രഹവുമില്ല. ഇത്രയും ഈ അധികാരങ്ങളും അവകാശങ്ങളും ഈ സമൃദ്ധിയും ഈ സുഖസൗകര്യങ്ങളും ഈ വളരെ സംതൃപ്തമായ കുടുംബജീവിതവും ഒക്കെ എനിക്ക് ലഭിച്ചത് അങ്ങ് മൂലമാണ്. എല്ലാം അങ്ങയ്ക്ക്, ഈ പ്രാണനടക്കം അങ്ങയ്ക്ക് വിധേയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ പ്രാണൻ അങ്ങയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ പൊയ്ക്കോളാം യുദ്ധത്തിനെന്നാണ് ഈ കുംഭകർണൻ പറയുന്നത്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഓരോ അഭിപ്രായം പറഞ്ഞ് ദേഹത്തിനൊക്കെ ക്ഷതം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും കുംഭകർണൻ എഴുന്നേറ്റ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുംഭകർണനെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിഭീഷണനും രാവണനും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട്. ആ ഭാഗം കുറച്ച് ഞാൻ വായിക്കാം. യുദ്ധകാണ്ഡത്തിൽ നിന്ന് കുറച്ച് ഭാഗം. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം. ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ രക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നോട് വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണം എന്തു കുലത്തിന് എന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിന് ആരുള്ള ഓർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. യുദ്ധത്തിന് ആരുള്ളതോർക്ക നീ രാമനോട് ഈ ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തൻ ഉന്മത്തൻ പ്രഹസ്തൻ വികടനും സുപദഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഖനും കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിര സവികായനും ദേവന്തകനും നരാന്തകനും
ബഹുദേവാരികൾ വജ്രദംഷ്ട്രാതിവീരരും യുവാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനും ആവല്ല അവനോടോ. ഈ രാവണൻ്റെ രാജധാനിയിൽ സഹായികളായിട്ടുണ്ടായ മന്ത്രിമാരാകട്ടെ ഇന്ദ്രജിത്ത് അടക്കമുള്ള ആളുകൾ ആവട്ടെ ആരും രാമനോട് ഏറ്റെതിർക്കാൻ കേൾപ്പുള്ളവരല്ലടോ എന്ന് ജ്യേഷ്ഠനോട് മുഖത്ത് നോക്കി പറയുകയാണ് വിഭീഷണൻ. വിഭീഷണൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലെന്നാണ്. ഇപ്പം ജ്യേഷ്ഠനെ ആയാലും ആരെയായാലും പേടിക്കേണ്ട ആവശ്യമില്ല. വിഭീഷണോ വിഷ്ണു ഭക്തി, വിഷ്ണുവിനെ മാത്രം പേടിച്ചാൽ മതി. താൻ വിശ്വസിക്കുന്ന ഉപാസനാമൂർത്തിയെ മാത്രം ഭയപ്പെട്ടാൽ മതി, വേറെ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഈ ഒന്നുകൂടെ ഈ വിഭീഷണം വരികയും ചെയ്യുന്നുണ്ട് രാവണനോട്. അന്നിങ്ങനെ ഈ എല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോയി ഒരുപാട് കാര്യങ്ങളെല്ലാം നടത്തിട്ട് പോയി. അല്ലയോ പ്രഭു ജ്യേഷ്ഠ വൈദേഹി എന്നാണോ ഇവിടെ എത്തിയത്, ഏത് കാലത്താണോ ഇവിടെ എത്തിയത്, അന്ന് മുതൽ വളരെ ദുർനിമിത്തങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് മുഴുവനും പല വിധത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുകയാണ്. മന്ത്രങ്ങൾ തെറ്റാതെ ഉച്ചരിച്ച് ഹവിസ് ഹോമിക്കാൻ ശ്രമിച്ചാലും അത് ശരിയായിട്ട് കത്തത്തില്ല. അതാണ് ഏറ്റവും പ്രധാനം. യാസുരന്മാരും യാഗം നടത്തുമല്ലോ. അതാണല്ലോ രാവണൻ്റെ ഗുരുവായ ശുക്രാചാര്യർ ചെയ്യുന്നത്. അസുര ഗുരുവാണ് ശുക്രാചാര്യർ. അപ്പോൾ അദ്ദേഹം യാഗം നടത്തുമ്പോഴും ഹവിസ് എത്ര ഹോമിച്ചാലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തിലതണ്ടുല മാഷഞ്ച സിതാമധുക സംയുതം ഹൃദയന യുധം യുക്തം എന്ന് പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനങ്ങൾ വിവരിച്ച് പറഞ്ഞതാണ്. അത്രയും വസ്തുക്കൾ ഹോമാഗ്നിയിൽ അർച്ചിച്ചാലും ഈ അഗ്നി ഇടയ്ക്കിടയ്ക്ക് അണഞ്ഞു പോവുക. ഒന്നുകിൽ പുകഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തീപ്പൊരി പാറിപ്പോകും, ഞാളിക്കത്തും. അഗ്നിയും ഹവ്യങ്ങളും നൈവേദ്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന പാചകശാല ഈ വേദം അഭ്യസിക്കുന്ന സ്ഥലമാണ്. വേദാഭ്യസനശാലയ്ക്കാണ് ഈ അവിടുത്തെ പാചകശാല എന്ന് ഈ യാഗത്തിൽ പറയുന്നത്. അതെ, അവയെല്ലാം ഇഴജന്തുക്കളെ ധാരാളമായിട്ട് കാണുന്നു. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകുന്നു. ലക്ഷണങ്ങളൊത്ത ഉത്തമ പശുക്കളെപ്പോലും പാല് വറ്റിത്തുടങ്ങി. ഇതിനാവശ്യമായ പാല് ഒരു പശുവിൻ്റെ പാലും നെയ്യും തൈരും ഒക്കെയാണ് വേണ്ടത്, ഒറ്റ പശുവിൻ്റെ, അതും കറുത്ത പശുവിൻ്റെ. അല്ല ഏതെങ്കിലും പശുവല്ല, വെളുത്ത പശുവിൻ്റെ തീരെയും കൊള്ളൂല. ഈ കറുപ്പ് നിറമുള്ള പശുവിൻ്റെ പാലാണ് ഏറ്റവും ശുഭമായ പാലെന്നാണ്. എല്ലാ കാര്യങ്ങളും എന്തിന് ആയുർവേദത്തിലെ ലേഹ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന് പോലും ഈ കറുത്ത പശുവിൻ്റെ പാല് പ്രത്യേകം പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു പാല്, ഇന്നിപ്പോൾ അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ. ഇന്നിപ്പോൾ മിൽമ പാലൊക്കെ അല്ലേ കിട്ടും നമുക്ക്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വളർത്തു പശുവിൻ്റെ കറുത്ത പശുവിൻ്റെ പാല് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ലക്ഷണമൊത്തോ കൊമ്പനാനകൾക്ക് മതജലം ഉണ്ടാകുന്നില്ല, മതമൊലിക്കുന്നില്ല എന്ന് വരുന്നുണ്ട്. പിന്നെ കുതിരകൾക്കാണെങ്കിൽ പിന്നെ ചില പ്രത്യേക സമയങ്ങളിൽ കുതിരകൾ എപ്പോഴും നല്ല ചില പ്രത്യേക സമയങ്ങളിൽ ശബ്ദിക്കേണ്ടതുണ്ട്. അതിൻ്റെ യൗവനം നിലനിർത്തുന്ന സമയം വരുമ്പോൾ ആ ശബ്ദിക്കും. പ്രത്യേകമായി ഒരു ചെനയ്ക്കുക എന്ന് പറയും, ആ ശബ്ദമുണ്ട്. ആ ശബ്ദം പുറപ്പെടുവിക്കുന്നില്ല അശ്വങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രകൃതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ എണ്ണമിട്ട്, അതായത് അക്കമിട്ട് ഈ വിഭീഷണൻ രാവണനോട് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. എന്നാൽ കഴുതകൾ ദയനീയമായി കരയുക ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചാലും രോഗികൾക്ക് യാതൊരു രോഗശമനവും ഉണ്ടാകുന്നില്ല. കാക്കകൾ കൂടിയിരുന്ന് ഘോരഘോരമായി ശബ്ദിക്കുന്നു എല്ലായിടത്തും. അത് മരണവുമായി ബന്ധപ്പെടുന്നതാണ്. കാക്കയുടെ ശല്യം എന്നാണല്ലോ. നമ്മൾ ബലി ഇടുമ്പോഴും നനച്ച് കൈ കൊട്ടണമല്ലോ. നനച്ച് കൈ കൊട്ടുമ്പോൾ ഈ ബലിക്കാക്കകൾ വന്ന് ഈ പിന്നെ ബലിയിടുന്ന ചോറെടുക്കണമെന്നാണ് നനച്ച് കൈ കൊട്ടുമ്പോൾ. ഓരോ ആചാരങ്ങളും വിശ്വാസങ്ങളും വളരെ പണ്ട് മുതലേ ഉണ്ട്. ഇതെല്ലാം പക്ഷികളും മൃഗങ്ങളും സസ്യജാലങ്ങളും വൃക്ഷജാലങ്ങളും ഒക്കെ അടങ്ങുന്ന പ്രകൃതി എല്ലാം മനുഷ്യൻ്റെ സുഹൃത്തുക്കളും സഹചാരികളും ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒക്കെ ആയിട്ടാണല്ലോ ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സാഹിത്യത്തിലെല്ലാം. അപ്പോൾ അങ്ങനെ വളരെ അധികം ദുർനിമിത്തങ്ങളാണ് കാണുന്നത്. നഗരത്തിൻ്റെ മുകളിലാണെങ്കിൽ കഴുകന്മാർ വട്ടമിട്ട് പറന്ന് കൂടിച്ചേരുന്നു. 2 സന്ധ്യകളിലും, അതായത് രാവിലെയുള്ള സന്ധ്യയും വൈകുന്നേരമുള്ള സന്ധ്യയും, പ്രഭാത സന്ധ്യയും പ്രദോഷ സന്ധ്യയും, കുറുക്കന്മാർ ഒന്ന് ചേർന്ന് അത്യുഗ്രമായി ഓടിയിടുന്നു. പിന്നെ കോട്ടവാതിലുകളിൽ മാംസഭുക്കളായ മൃഗങ്ങൾ ഒന്ന് ശബ്ദിക്കുന്നു. അത് ഇടിനാദം പോലെ മുഴങ്ങി കേൾക്കുകയാണ്. ആകെപ്പാടെ ഭയവിഹുലമായ ഒരു അന്തരീക്ഷം, ബഹളായമാനമായ ഒരു അന്തരീക്ഷം ആണ് കാണുന്നത്. സ്നേഹസമ്പന്നനായ അല്ലയോ ജ്യേഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്, ഇതിന് പരിഹാരം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
പറയുകയാണ്. മന്ത്രിമാരുടെ മധ്യത്തിൽ മഹാതേജസ്സോടുകൂടി ഇരിക്കുന്ന രാക്ഷസശ്രേഷ്ഠനായ രാവണനോട് ഏറ്റവും ഇളയ അനുജനായ വിഭീഷണൻ ഇങ്ങനെ മുഖം നോക്കി മറുത്തു പറയുന്നു എന്ന് വരുന്നത് ആർക്കും അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. എല്ലാവർക്കും വളരെ യുക്തിയുക്തമായ പറച്ചിലാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആരും ഇത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആരും ഒന്നും മിണ്ടിയില്ല. അവസാനം രാവണൻ തന്നെ വാശി മുഴുത്ത് കോപത്തോടെ പറയുന്നുണ്ട്, ഹേ വിഭീഷണ, ഭയം എന്നൊന്നിനെ ഒരിക്കലും ഒരിടത്തും ഞാൻ കാണുന്നില്ല. അതിനൊരു കാരണവുമില്ല. ലങ്കയിരിക്കുന്ന സീതയെ ആ രാമൻ ഒരിക്കലും എനിക്ക് കിട്ടുകയില്ല, കൊടുക്കില്ല. ഞാൻ രാമന് കൊടുക്കില്ല സീതയെ. ദേവന്മാർ ഇന്ദ്രനെ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്ന് വന്നാലും രാമനോ ലക്ഷ്മണനോ എൻ്റെ മുന്നിൽ നിൽക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ഈ പരാക്രമശാലിത്വത്തിന് മുമ്പിൽ ഇവരാരും എന്തെങ്കിലും ആണോ ചോദിക്കുക. മഹാശക്തനും യുദ്ധത്തിൽ അമിത പരാക്രമം ഉള്ളവനും ദേവന്മാരെ കൂടി നിഹനിക്കുന്നവനുമായ ഈ ദശാനനൻ, ഈ രാവണൻ ഇഷ്ടവാക്കുകൾ അനുജനായാൽ പോലും സഹിച്ചിരിക്കില്ല, ക്ഷമിക്കില്ല. അതുകൊണ്ട് നിനക്ക് പോകാം, നീ ഇവിടെ നിന്ന് വിട്ടുപോകൂ എന്ന് പറഞ്ഞയച്ചു വിഭീഷണനെ അവിടെ നിന്ന്. അപ്പോൾ ഈ സമയം എന്താണ് ഇവിടെ കടൽക്കരയിൽ നടന്നത്? മഹേന്ദ്രപുരത്തിൻ്റെ അടുത്ത് രാമൻ വളരെ വിഷാദിക്കുകയാണ്. സീതാദേവിയെ കാണാതെയും അവരുടെ വർത്തമാനങ്ങൾ അറിയാതെയും വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഓരോന്നും അവർ കൊടുത്തയച്ച ആ ചൂടാരത്നവും മറ്റും കാണുമ്പോൾ സീതാദേവിയുടെ ആ ദുഃഖാവസ്ഥ എന്താണെന്ന് രാമന് ബോധ്യപ്പെടുന്നുണ്ട്. തൻ്റെ പ്രാണനാഥയായിട്ട് പോലും, സൂര്യവംശത്തിൻ്റെ ഏറ്റവും പ്രധാനിയായ ആളായിട്ട് പോലും, വലിയ ഒരു പൂർവിക സംസ്കാരം തൻ്റെ പിന്നിലുണ്ടായിരുന്നിട്ട് പോലും അതൊന്നും എടുത്ത് ഉപയോഗിച്ച് തൻ്റെ പ്രാണനാഥയെ രക്ഷിക്കാൻ, തൻ്റെ പാതി ശരീരമായ സീതയെ രക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ, സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നെല്ലാം ഓർത്ത് ആ നല്ല ഭർത്താവിൻ്റെ ഉരുകുകയാണ്. ഒരുപാട് ദുഃഖിക്കുകയാണ്. എല്ലാവരും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് സുഗ്രീവൻ ആശ്വസിപ്പിക്കുന്നു, ഹനുമാൻ വന്ന് ആശ്വസിപ്പിക്കുന്നു, ലക്ഷ്മണൻ ആശ്വസിപ്പിക്കുന്നു. രാമന് ദുഃഖത്തിന് തെല്ലും കുറവില്ല. ഒടുവിൽ രാമൻ തന്നെ സ്വയം സമാധാനിച്ചിട്ട്, ഇതാ ലക്ഷ്മണ നോക്കൂ, ഈ അമ്പും വില്ലും നീ കണ്ടുവോ? ഇതുകൊണ്ട് ഞാൻ രാവണനെ സംഹരിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന്, വിളംബം വിനാ, കാലവിളംബം ഉണ്ടാകാതെ, കാലതാമസം ഉണ്ടാകാതെ ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ശരിയായ നിലയിൽ പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ നല്ലതുപോലെ ഒരുങ്ങി ശരിയായിട്ട് നേരെ വിഭീഷണൻ ഈ രാവണനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഇന്നലെ ആട്ടി ഇറക്കി എന്നുള്ളത് ശരിയാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കി ഓടിച്ചതാണ്. പക്ഷേ ജ്യേഷ്ഠൻ ഈ ആപത്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ ഒരു ഉപദേശം കൊണ്ടെങ്കിലും ജ്യേഷ്ഠൻ നന്നാവുന്നുണ്ടെങ്കിൽ, തൻ്റെ ഉപദേശം എപ്പോഴെങ്കിലും അനുജനെന്നുള്ള നിലയിൽ താൻ പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ചെവി കൊണ്ടെങ്കിലും കേൾക്കുമെങ്കിൽ, ഈ വലിയ ശൂരവീര പരാക്രമങ്ങളൊക്കെ ഒന്നൊഴിവാക്കി സീതയുടെ മേൽ അല്പം കനിവ് കാട്ടി സീതയെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാക്ഷസ വംശത്തെ മുഴുവനും രക്ഷിക്കാനും രാവണനെ തന്നെയും രക്ഷിച്ചു നിർത്താനും തനിക്ക് കഴിയുമല്ലോ എന്നുള്ള സാത്വികമായ വിചാരഭാവം കൊണ്ട് ഖിന്നനായിട്ടാണ് ഈ വിഭീഷണൻ ഈ രാവണാന്തികത്തിലെത്തുന്നത്. ഈ ശത്രുഞ്ജയനായ ലങ്കേശ്വരൻ ഇങ്ങനെ സർവ്വസൈന്യാധിപനായ പ്രഹസ്തനെ വിളിച്ച് പറഞ്ഞു, സേനനായക, ചതുരംഗപ്പടകളിൽ അഗ്രഗണ്യന്മാരായവരെ കൂടുതൽ കാവൽ നിർത്തണം, രാജസദസ്സിനെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. എല്ലാം ദ്രുതതരമായി പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ആളാണ് ഈ പ്രഹസ്തൻ. ആൾ വളരെ സ്പീഡാണ്. പറയേണ്ട താമസം അപ്പോൾ തന്നെ അതെല്ലാം ചെയ്യും. അല്ലാതെ ഇട്ടഴിച്ച് ചെയ്യുന്നവനല്ല അവൻ. അയാൾ ഈ പ്രഹസ്തൻ എന്ന് പറയുന്ന ആൾ മഹാരാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് സൈന്യങ്ങൾക്ക് സേനാധിപൻ നിർദ്ദേശം കൊടുത്തു. ഈ നഗരം രക്ഷിച്ച് നിർത്തുന്നതിനാവശ്യമായ എല്ലാ സുരക്ഷിതത്വത്തിനുള്ള ഏർപ്പാടുകളും ചെയ്തു വെച്ചു. പ്രത്യേകം ആളുകളെ അവിടെ കാവൽ നിർത്തി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഈ വിഭീഷണൻ അവിടെ എത്തി. നേരെ ജ്യേഷ്ഠൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നിട്ട് നമസ്കരിച്ചിട്ട് പലപാട് പറഞ്ഞു. ഈ സ്ത്രീയെ അപഹരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഈ ദുരിതങ്ങൾ പരമ്പരയാ ഉണ്ടാകുന്നതാണെന്നും നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് മാത്രമല്ല വരാനുള്ള തലമുറകളെ പോലും നശിപ്പിക്കുന്നതാണെന്നും മറ്റുമൊക്കെ വെളിവാക്കി. അപ്പോൾ രാവണൻ കോപിഷ്ഠനായി ഈ വിഭീഷണനോട് ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ വിഭീഷണൻ രാവണനോട് പറഞ്ഞു, ജ്യേഷ്ഠ, യൗവനം ധനസമ്പത്തി പ്രഭുത്വം അവിവേകിത ഏകൈകമപ്പി അനർത്ഥായ കിമു യത്ര ചതുഷ്ടയം എന്ന് പറഞ്ഞു. യൗവനം ധനസമ്പത്തി, ഒരാൾക്ക് യൗവനം ഉണ്ടായാൽ പോലും
ആ യൗവനകാലത്ത് വേണ്ടവണ്ണമല്ല നോക്കിക്കാണുന്നതെങ്കിൽ അയാൾക്ക് അപകടം ഉണ്ടാവും. യൗവനം. ധനസമ്പത്തുകളോ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സ്വത്തുക്കളും ധനാദി സമ്പത്തുകളും ഒക്കെ ഉണ്ടായാലും അതും ആപത്തിനെ ക്ഷണിച്ചു വരുത്തും. ഇതെല്ലാം അപകടകാരികളാണ്. യൗവനം അപകടകാരിയാണ്, ധനസമ്പത്തുകൾ അപകടകാരിയാണ്. യൗവനം, ധനസമ്പത്ത്, പ്രഭുവാണെങ്കിൽ പറയാനുണ്ടോ? അപകടമുണ്ട്. സൂക്ഷിച്ചല്ല ഈ പ്രഭുത്വം കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ അപകടങ്ങളുണ്ട്. അവിവേകിത, വിവേകമില്ലാതെ പെരുമാറുന്നതായാലോ അത് അതിനേക്കാളും അപകടവും ദുരിതവും വരുത്തുകയില്ലേ? അപ്പോൾ ഇത് ഏകൈകമപ്പി അനർത്ഥമായി. ഇതിൽ ഏതെങ്കിലും ഒന്നുപോലും ഉണ്ടെങ്കിൽ അപകടം ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ഇത് നാലുമുള്ള അങ്ങയുടെ കാര്യം പറയാനുണ്ടോ? ഈ നാലും അങ്ങയ്ക്കുണ്ട്. 4 കാര്യങ്ങളും അങ്ങയ്ക്കുണ്ട്. ഏതൊക്കെയാ? യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകിത. ഏകൈകമപ്പി അനർത്ഥായ കിമുയത്ര ചതുഷ്ടയം എന്നാണ്. ഇത് കേട്ടിട്ടും രാവണന് ഒരു തെല്ലും ഒരു പിന്മാറ്റം ഉണ്ടായില്ല. ഒരല്പം പോലും പിന്മാറ്റം ഉണ്ടായില്ല. ഈ സമയം, ഈ നിമിഷം നീ ഇവിടെ നിന്ന് പൊയ്ക്കോണം. ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല. വേഗം ഇവിടെ ഇറങ്ങിപ്പോകണം. ഇനി ഈ ഒരു കാരണവശാലും ഈ രാജധാനി, ലങ്ക രാജധാനി എന്ന് പറയുന്നിടത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഭീഷണനെ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചിറക്കുക ചെയ്യുന്നത്. ചില കുറ്റവാളികളെ ഇനി ഈ നഗരത്തിൽ കണ്ടുകൂടാ എന്ന് പറഞ്ഞ് അടിച്ചോടിച്ചു വിടുമല്ലോ. അതുമാതിരി ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. വിഭീഷണന് ഇനി എന്താണ് കരണീയം? രാജ്യത്ത് നിൽക്കാൻ കഴിയില്ല, ലങ്കയിൽ നിൽക്കാൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇനി രാമനെ ശരണം പ്രാപിക്കുക അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. വിഭീഷണൻ്റെ ഈ മനംമാറ്റത്തെ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ട്. കൈകസി എന്ന മാതാവ് പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്കാലം മുതൽ എത്ര ക്ലേശം സഹിച്ചും വേണ്ടതെല്ലാം അനുജന്മാരുടെയും അനിയത്തിയുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാം നൽകിയ ആളാണ് ഈ ജ്യേഷ്ഠ ഭ്രാതാവായ രാവണൻ. ആ രാവണന് ഒരാപത്ത് വന്നപ്പോൾ അയാൾ അധർമ്മിയാണെങ്കിലും ഒപ്പം നിന്ന് അയാളെ കുംഭകർണൻ ചെയ്തതുപോലെ അയാളെ സഹായിക്കാൻ നിൽക്കാതെ വിഭീഷണൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഒരിക്കലും ശരിയായില്ല എന്നുള്ള ഒരു വാദം ഈ രാവണപക്ഷപാതികളായ പൊതുവെ അവർ പറയുന്നത് ഞങ്ങളുടെ പക്ഷത്താണ് ന്യായമെന്നാണ്. അങ്ങനെ ന്യായവാദികളായ ആളുകൾ ഒരു അപരാധം ചാർത്തി കൊടുക്കുന്നുണ്ട് വിഭീഷണന്. പക്ഷേ ഓരോ ആളിൻ്റെയും പ്രകൃതിക്കനുസരിച്ചാണ് അവർക്ക് ഓരോന്ന് വരുന്നത്. അതിന് മുമ്പ് തന്നെ വാൽമീകി അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നേരത്തെ ആ കർമ്മസിദ്ധാന്തം നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഈ വിഭീഷണൻ്റെ ജീവിതത്തെ കൂടി മനസ്സിലാക്കിയാൽ മതി, കാര്യം ഓക്കെയായി. വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ച് പോയി. എവിടെയാണോ ധർമ്മം, എവിടെയാണോ സത്യം, എവിടെയാണോ സദ്വാസന, എവിടെയാണോ നന്മയുടെ ആ ഒരു സന്ദേശം പുറപ്പെടുന്നത്, ആ സങ്കേതത്തെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. തൻ്റെ മായാശക്തി ഉപയോഗിച്ച് സമുദ്രം തരണം ചെയ്ത് മഹേന്ദ്രപർവ്വതത്തിൽ എത്തിച്ചേർന്നു. അവിടെ വന്നപ്പോൾ മറ്റാളെല്ലാം കണ്ടു ഇതാരാണെന്ന്. ശത്രുവാണെന്ന് വിചാരിച്ച് തന്നെ ഈ വിഭീഷണനെ അയാൾ വധാർഹനാണ്, കൊല്ലേണ്ടതാണ്, വധാർഹനായ ആളാണ് ഈ രാക്ഷസൻ എന്ന് പറഞ്ഞ ആളുകൾ ഈ വാനരന്മാരെല്ലാം കൂടെ ഇയാളെ പിടിച്ച് കൊണ്ടുചെന്നു. എന്തായാലും രാമനോട് ഒഴിവാക്കി ചോദിക്കാം എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇത് വിഭീഷണനാണെന്നും തൻ്റെ മേൽ വലിയ ഭക്തിയുള്ള ആളാണെന്നും രാമന് ബോധ്യമായിട്ട് അഭയം കൊടുക്കുകയാണ്. അഭയം കൊടുത്തത് പല ലക്ഷ്യങ്ങളുണ്ടതിൽ. രാമന് വിധികൃതമായി കിട്ടിയ ഒരു സഹായമാണ് വിഭീഷണൻ. അതായത് ലങ്കയുടെ ഭരണപരമായ രഹസ്യങ്ങൾ കണ്ടറിയാനും അടുത്തറിയാനും കഴിഞ്ഞിട്ടുള്ള ആളാണ് വിഭീഷണൻ. അത് വിഭീഷണനോട് നേരിട്ട് ചോദിച്ചറിയാനുള്ള ഒരു സൗകര്യം വന്നു ചേരുകയാണ്. ആ സൗകര്യത്തെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ്. എന്തായാലും ഈ വിഭീഷണന് അഭയം കൊടുത്തുകൊണ്ട് തന്നെ ലങ്കയുടെ രഹസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള
ഒരു തന്ത്രം രാമൻ അവിടെ ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിപ്പിക്കാൻ സാധ്യമാകുന്നുണ്ട്. എന്ന് വെച്ചാൽ ലങ്കയിൽ ഏത് ദിശയിൽ നിന്നാണ് ആക്രമിക്കേണ്ടത്, ഏത് വഴി കൂടെ പോയാലാണ് ആളുകളുടെ എണ്ണം കുറയുന്നത് അഥവാ എണ്ണം കൂടുന്നത്, എവിടെ ചെന്നാലാണ് സഞ്ചരിക്കാൻ എളുപ്പമുള്ളത്, ഈ ഭരണപരമായ ആ സ്ഥിരാകേന്ദ്രങ്ങളിൽ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത്, സ്ത്രീകൾ വസിക്കുന്ന സ്ഥലം എവിടെയാണ്, ദാസികൾ എവിടെയാണുള്ളത്, ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടക്കം രാവണനടക്കമുള്ള ആളുകൾ എവിടെയാണ് തങ്ങുന്നത്, അതിൻ്റെ സവിശേഷത എന്താണ്, എങ്ങനെയാണ് പ്രവേശിക്കാൻ കഴിയുക എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം നമ്മളെയും രക്ഷിക്കുമെന്നാണ് ധർമ്മോ രക്ഷതി എന്നാണ് പറയുന്നത്. ആരാണോ ധർമ്മം അനുഷ്ഠിക്കുന്നത് ആ ധർമ്മിയെയും ധർമ്മം രക്ഷിക്കും എന്നാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ രാമൻ അവിടെ പ്രവർത്തിക്കുകയാണ്. അതിനെ കഥയായി പറയുന്നത് ഒരു കപോതിയുടെ കാര്യമാണ്, ഒരു പ്രാവിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്ത് തീയും കൊടുത്ത് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊടുത്ത് ചുട്ടു തിന്നാൻ കാട്ടാളനെ സഹായിച്ചു. പക്ഷേ അതിന് വിശപ്പ് തീരുന്നില്ലെന്ന് കണ്ടിട്ട് തന്നെയും സമർപ്പിച്ചു, അതിനെയും ചുട്ടുന്ന് രാക്ഷസൻ വിശപ്പടക്കി എന്ന് പറയുന്ന കഥ ഉദാഹരിക്കുകയാണ് രാമൻ അവിടെ. ചുരുക്കത്തിൽ രാമനെ ആശ്രയിക്കുന്നവരെ രാമൻ ഒരു കാരണവശാലും ഉപേക്ഷിക്കയില്ല എന്ന് സാരം. അത് ധാർമ്മികമായ ഒരു നിലപാടാണ്, തത്വചിന്താപരമായ ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കപ്പുറം നിൽക്കുന്ന ഒന്നുമില്ല. ധർമ്മകാമനയല്ലാതെ, ധർമ്മദീക്ഷയല്ലാതെ, ധർമ്മവ്രതമല്ലാതെ വേറൊന്നും രാമൻ്റെ സ്വഭാവത്തിൽ കാണാനില്ലെന്ന് ഇവിടെ ഭംഗ്യന്തരേണ എഴുത്തച്ഛൻ വാൽമീകിയും ഒരുപോലെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് നേരത്തെ നമ്മൾ കണ്ടത്. രാമൻ്റെ സ്വഭാവം അതാണ്. ഈ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ്, ധർമ്മം തന്നെ സ്വരൂപമെടുത്ത ആളാണ് രാമൻ എന്നാണ്. അത്രത്തോളം ഗംഭീരമായ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ വിഷമമുള്ള ഒരു മൂല്യമാണ് ഈ ധർമ്മബോധം എന്നുള്ളത്, ധർമ്മം എന്ന മൂല്യം. അതാ അപ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എവിടെ സഞ്ചരിക്കുമ്പോഴും ഏത് മനോഭാവം ഉള്ളവരായാലും ഏത് തരത്തിലുള്ള അവസ്ഥാന്തരങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും ധർമ്മത്തെയും സത്യത്തെയും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കാൻ കഴിയുക എന്ന് പറയുന്നത് അസാമാന്യമായ വ്യക്തിവൈശിഷ്ട്യത്തിൻ്റെ ഭാഗമാണ്. ആ നിലയിൽ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ യുദ്ധകാണ്ഡം കഥാരൂപം നമ്മൾ കാണും, വെറും യുദ്ധം മാത്രമല്ലത്. ഈ യുദ്ധം മനസ്സിൽ നടക്കുന്ന യുദ്ധമാണെന്നാണ് വേദാന്തികൾ പറയുന്നത്. മനസ്സിൽ തന്നെ ധർമാധർമ്മങ്ങൾക്ക് നേരെ നടത്തുന്ന സത്യാസത്യങ്ങളോട് നേർക്കുള്ള നന്മ തിന്മകളോട് നേർക്കുള്ള ആ ഒരു യുദ്ധമാണ് നടക്കുന്നതെന്നും കൂടി വേദാന്തികൾ കാണുന്നുണ്ട്. എന്തായാലും ഭൗതിക ജീവിത സാഹചര്യങ്ങളിലും ഇതുപോലുള്ള യുദ്ധങ്ങൾ നമുക്ക് ധാരാളമായി വേണ്ടി വരുന്നുണ്ട്. അസമത്വങ്ങളുടെ നേർക്ക് സമത്വത്തിൻ്റെ ഒരു ആയുധം പ്രയോഗിക്കുകയാണ്. അസമത്വങ്ങളെ ഉന്മൂലനം ചെയ്തുകൊണ്ട് സമത്വത്തെ സ്ഥാപിച്ചെടുക്കുകയാണ്. അസമത്വത്തിൽ നിന്നുള്ള ആ അകാരം മാറ്റിയെടുത്താൽ സമത്വമായി. പക്ഷേ ആ അകാരം മാറ്റിയെടുക്കാൻ നന്നേ വിഷമമാണ്. സമത്വം എന്നും അസമത്വം എന്നും പറയുകയാണ്. സമത്വത്തിനോട് ചേർന്ന് ചേർന്ന് കഴിഞ്ഞാൽ തീർന്നു സംഗതി. അപ്പോൾ ആ അകാരത്തെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ ബാക്കി സമത്വം കിട്ടും. അതിനെ സ്ഥാപിച്ചെടുക്കാൻ, അതിനെ സ്ഥിരവൽക്കരിക്കാൻ, അത് ശാശ്വതമായി നിലനിർത്താൻ വളരെ വിഷമകരമായ ഒരു കാര്യവുമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് രാമൻ തൻ്റെ ധർമ്മത്തെ നിലനിർത്തി പോകുന്നത്. തനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട്. ആരും ഇങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുകയില്ല, ഒരു ക്രോസ് വിസ്തരം നടത്തുകയില്ല. എന്തുകൊണ്ട് രാമ അതങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാനിടയില്ല. ആരും അതിന് തയ്യാറാവുകയുമില്ല. രാമൻ അത്രത്തോളം പ്രിയങ്കരനായിരുന്നു ആളുകൾക്ക്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിചോദ്യം ഉണ്ടാവുകയില്ല. പക്ഷേ എന്നിട്ടും സ്വയം ഓരോ പ്രവൃത്തികളെയും ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയും അതേതാണ് ധാർമ്മികമായി സ്വീകാര്യമായതെന്ന് സ്വയം ഒരു മൂല്യനിർദ്ധാരണം നടത്തി ഏതാണ് നന്നെന്ന് തീർച്ചപ്പെടുത്തി അതനുസരിച്ച് മുമ്പോട്ട് നീങ്ങുകയും ചെയ്യുന്ന ധർമ്മബോധമാണ് രാമനുള്ളത്. യുദ്ധം തുടങ്ങാനുള്ള ആ ആത്യന്തികമായ ഘട്ടത്തിൽ പോലും, ആ ആപത്കരമായ ക്ഷുദ്രപൂർണമായ ആ അവസരത്തിൽ പോലും എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട്, രാജ്യം നഷ്ടപ്പെട്ടു, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു, ഭാര്യ അടക്കം ജീവിതം തന്നെ നഷ്ടപ്പെട്ട് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് നിരാശാകലിതമായ അവസ്ഥയിലേക്ക് നീങ്ങേണ്ടി വരുന്ന ഒരു സമയത്ത് പോലും ആശ്രയിച്ച ഒരാളെ രക്ഷിക്കുക എന്നുള്ള, ആപത്തിലകപ്പെട്ട ഒരാളെ രക്ഷിക്കുക എന്നുള്ളത്, അയാൾക്ക് ആശ്രയം കൊടുക്കുക എന്നുള്ളത് രാമൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ട്, ധർമ്മത്തിൻ്റെ പ്രബോധനപരമായ ഒരു ചിത്തവൃത്തിയായിട്ട് നമുക്കതിനെ നോക്കിക്കാണാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു മനോഭാവം അവിടെ വിമർശാത്മകമായി ചിന്തിക്കുമ്പോൾ വേണമെങ്കിൽ പറയാം, മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ലങ്കയിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ ഒരു ഇരയെ കിട്ടുകയായിരുന്നു. അതും രാജഭരണവുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളെ കിട്ടുകയാണ്. അയാളിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാമെന്നുള്ളതാണ്.
അതിന് ഒരു കാര്യം കൂടെയുണ്ട്. അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് ധർമ്മത്തിൻ്റെ പക്ഷം എത്ര വിശാലമാക്കി എടുക്കാനും ധാർമ്മികളായ ആളുകൾ തയ്യാറാവുമെന്നുള്ളതാണ്. കാരണം ലക്ഷ്യമെന്താണ്? അധർമ്മത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അധർമ്മത്തെ നശിപ്പിക്കുകയും അതിന് പകരം ധർമ്മത്തെ സ്ഥാപിച്ചു വയ്ക്കുകയും സ്ഥിരവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ള ധർമ്മം അവിടെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് ധർമ്മമാണ്. ആ ചെയ്യുക എന്നുള്ളതും ധർമ്മമാണ്. നിലനിർത്തുക എന്നുള്ളതും ധർമ്മമാണ്. നിലനിർത്തേണ്ടി വരുന്നതും ധർമ്മത്തെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ധാർമ്മിക മനോഭാവമുള്ള ഒരവസ്ഥ രാമൻ്റെ സ്വഭാവത്തിൽ നമ്മളിവിടെ കാണുകയാണ്. ആ യുദ്ധരംഗത്തിലേക്ക് കടക്കേണ്ടി വരുന്ന ആ ആവൽക്കരമായ സന്ദർഭത്തിൽ പോലും. അതാണ് വിഭീഷണൻ്റെ വിഷ്ണുഭക്തിയുടെ സവിശേഷത. വിഭീഷണൻ്റെ ഒരു ഭാഗ്യമാണത്. അത് ഭക്തനെ നേരിട്ട് താൻ ആരെയാണോ ഭക്തിയോടെ സ്മരിക്കുകയും പൂജിക്കുകയും ഉൾക്കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോരുന്നത്, ആ ആൾ തന്നെ നേരിട്ട് തനിക്ക് അഭയം നൽകുകയും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നത് നേരിട്ട് പറയുകയും ചെയ്യുന്നതിലപ്പുറം എന്ത് അനുഗ്രഹമാണ് വരാനുള്ളത്? എന്ത് ജന്മഭാഗ്യമാണത്? നമ്മളാരെങ്കിലും നാം വിശ്വസിക്കുന്ന ഈശ്വരന്മാർ താഴെ ഇറങ്ങി വന്ന് നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്ന പറഞ്ഞ ചരിത്രമുണ്ടോ? നമ്മളാരെങ്കിലും പറയുമോ? പക്ഷെ അങ്ങനെ പറയുന്ന ഒരവസ്ഥയിലേക്ക് കഥാപാത്രത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വാൽമീകി എന്ന മഹർഷിയുടെ ദാർശനികൻ്റെ മികവ് തന്നെയാണെന്ന് കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. എപ്പോഴും ആ രണ്ട് കാര്യങ്ങൾ ഓർക്കണം. വെറും കഥയ്ക്കപ്പുറം ഇതൊരു സാഹിത്യകൃതിയാണെന്നും ഇതൊരു കഥാപാത്രമാണെന്നും ഇത് വാൽമീകി മഹർഷി സൃഷ്ടിച്ചെടുത്ത കഥാപാത്രമാണെന്നും അത് ചരിത്രപരമായ വസ്തുതകളും കൂടി അതിനകത്തുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ ഓരോ അംശങ്ങളും നമ്മൾ ഓരോ അടരുകളായിട്ട് മാറ്റിയെടുത്ത് അപഗ്രഥിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തി വൈശിഷ്ട്യവും ആ കഥാപരമായ മികവും സാഹിത്യ സൃഷ്ടി എന്നുള്ളതിൻ്റെ മേന്മയും വാൽമീകി എന്ന പ്രതിഭാശാലിയായ കവിയുടെ കവിത്വശക്തിയുടെ ശ്രേഷ്ഠതയും നമ്മൾ അടുത്തറിയാൻ നമുക്ക് സാധിക്കുന്നത്. ആ നിലയിലുള്ള ബോധ്യമാണ് ഈ പഠനത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ഭക്തനായിരുന്നു കൊണ്ട് രാമകഥ മൊത്തം അങ്ങ് വായിച്ച് ഒരു ഭക്തനായി എന്ന് പറയാം. പക്ഷേ ആ ഭക്തി സാഹിത്യ കൃതിയെ നമ്മൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, ഏതെല്ലാം അർത്ഥത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. വ്യത്യസ്ത നിലകളിലുള്ള വീക്ഷണഗതികൾ ഇതിലൂടെ ഉരുത്തിരിയുന്നുണ്ട്. അങ്ങനെ ഇതിൽ വിരിയുന്ന ജീവിതത്തിൻ്റെ അടരുകൾ ഓരോന്നും നമുക്ക് ഏതെല്ലാം തരത്തിലാണ് സ്വീകാര്യമാകുന്നത്, ഏതെല്ലാം തരത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മതി. യുദ്ധ വർണ്ണന ഇനി ബാക്കി കിടക്കുന്നുണ്ട്. ഇപ്പോൾ വിഭീഷണൻ വരെ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് കഥാപാത്രങ്ങൾ വരാനുണ്ട്. അത് ഈ കഥകളിലൂടെ തന്നെ മുമ്പോട്ട് പോകാം. ശരി, നമസ്കാരമാണ്. ഇനി ആർക്ക്